മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള പാഠാവലിയിലെ 3-ാമത്തെ യൂണിറ്റാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ മനസ്സ് ഒരത്ഭുതമാണ്. മനസ്സിനോളം വലുത് ഈ ലോകത്ത് ഒന്നുമില്ല. നമ്മുടെ മനസ്സിൽ നമുക്ക് കാണാൻ കഴിയാത്ത കാഴ്ചകളൊന്നുമില്ല. നമ്മുടെ വീട് മുതൽ നമ്മൾ കാണാത്ത കാര്യങ്ങൾ വരെ ഒരു നിമിഷം കണ്ണടച്ച് നോക്കിയാൽ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും. അത്രയ്ക്ക് വലുതാണ് നമ്മുടെ മനസ്സ്. മനസ്സിൻ്റെ ആ കഴിവിനെ വളർത്തുന്ന ഏതാനും കൃതികളാണ് നമുക്ക് 3-ാമത്തെ യൂണിറ്റിൽ പരിചയപ്പെടാനുള്ളത്. ഈ യൂണിറ്റിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഹാമെലിനിലെ കുഴലൂത്തുകാരൻ. ജർമ്മൻ ഭാഷയിൽ പ്രചരിച്ചിരുന്ന ഒരു നാടോടി കഥയാണ് ഹാമെലിനിലെ കുഴലൂത്തുകാരൻ. അതിനു മുമ്പ് നമുക്ക് പ്രവേശകമായിട്ട് കുറച്ച് ചിത്രങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ആ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് കുറച്ച് മുഖം മൂടികളാണ്. അതുപോലുള്ള മുഖം മൂടികൾ നിങ്ങളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മുഖം മൂടികൾ നമ്മൾ പഠിക്കുന്ന ഹാമെലിനിലെ കുഴലൂത്തുകാരൻ എന്ന നാടോടി കഥയിലെ കഥാപാത്രങ്ങളുടെ മുഖംമൂടികളാണ്. അതിൽ കഥാപാത്രങ്ങളായി വരുന്നത് എലികൾ, മേയർ, ഹാമെലിൻ പട്ടണത്തിലെ ജനങ്ങൾ, കുട്ടികൾ. അപ്പോൾ ആ ഒരു മുഖംമൂടി, അവരുടെ മുഖംമൂടിയാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒരു ചാർട്ടിലോ ന്യൂസ് പേപ്പറിലൊക്കെ ഇത് പകർത്തി വരച്ചതിന് ശേഷം നിങ്ങളിത് ഒരു മുഖംമൂടിയാക്കി അല്ലെങ്കിൽ മുഖംമൂടി ഉണ്ടാക്കണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് പ്രവേശകമായിട്ട് നൽകിയിട്ടുള്ളത്. മധ്യകാലഘട്ടത്തിൽ ജർമ്മനിയിലെ ഹാമെലിൻ പട്ടണത്തിലെ കുട്ടികൾ കൂട്ടത്തോടെ അപ്രത്യക്ഷരാവുകയോ, അതായത് കാണാതാവുകയോ മരിച്ചു പോവുകയോ ചെയ്തുവെന്ന് പറയപ്പെടുന്നു. ഇതിനെ ആസ്പദമാക്കി നിരവധി കഥകളും കവിതകളും രചിക്കപ്പെട്ടു. ഗ്രിം സഹോദരന്മാർ സമാഹരിച്ച ഒരു ജർമ്മൻ നാടോടി കഥയാണ് ഹാമെലിനിലെ കുഴലൂത്തുകാരൻ. ഈ കഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മലയാളത്തിലെ പ്രശസ്ത കവയിത്രിയും പത്രപ്രവർത്തകയുമായ റോസ്മേരിയാണ്. ഇനി കഥ നോക്കൂ. എലികൾ എലികൾ, സർവത്ര എലികൾ. കിടക്കയിൽ, അലമാരയ്ക്കുള്ളിൽ, അടുക്കളയിൽ, കുളിപ്പുരയിൽ, സ്വീകരണമുറിയിൽ, കലവറയിൽ, എന്തിന് കൊച്ചു കുഞ്ഞുങ്ങളുടെ തൊട്ടിലിനുള്ളിൽ വരെ എലികളങ്ങനെ മതിച്ച് നടപ്പാണ്. പള്ളികളിൽ, ഓഫീസുകളിൽ, ആളുകൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ, പലവ്യഞ്ജനക്കടകളിൽ, പോലീസ് സ്റ്റേഷനിൽ മൂഷികന്മാരില്ലാത്ത ഒരിടവുമില്ല. ഹാമെലിൻ പട്ടണത്തിലെ കാര്യമാണ് ഈ പറയുന്നത്. വെസർ നദിയുടെ തീരത്തുള്ള മനോജ്ഞമായ ഒരു പട്ടണമായിരുന്നു അത്. ശുദ്ധവായു, തെളിനീർ, ഫലഭൂയിഷ്ടമായ മണ്ണ്, അധ്വാനികളും സച്ചരിതരുമായ ദേശവാസികൾ, എന്തുകൊണ്ടും ഐശ്വര്യപൂർണമായ ഒരിടം. വെസർ നദിയുടെ തീരത്തുള്ള മനോഹരമായ ഒരു പട്ടണമാണ് ഹാമെലിൻ പട്ടണം. അവിടെ ഒരിക്കൽ എലികൾ പെരുകുകയാണ്. അതായത് സർവത്ര എലികൾ. സർവത്ര എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എലികൾ. വീട്ടിനുള്ളിലെ അലമാരയ്ക്കുള്ളിലും, കിടക്കയിലും, അടുക്കളയിലും, കുളിപ്പുരയിലും, സ്വീകരണമുറിയിലും, എന്തിന് കൊച്ചുകുഞ്ഞുങ്ങളുടെ തൊട്ടിലിനുള്ളിൽ വരെ എലികളിങ്ങനെ മതിച്ച് നടക്കുകയാണ്. വീട്ടിനുള്ളിൽ മാത്രമല്ല, പള്ളികളിൽ, ഓഫീസുകളിലും, അതുപോലെ ആളുകൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ, പലവ്യഞ്ജന കടകളിൽ, നമ്മൾ പലചരക്ക് സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ടാവില്ലേ, കടകളിൽ, പോലീസ് സ്റ്റേഷനിൽ മൂഷികന്മാരില്ലാത്ത ഒരു സ്ഥലവുമില്ല. മൂഷികന്മാർ എന്ന് പറഞ്ഞാൽ എലികൾ. ഹാമെലിൻ പട്ടണത്തിലെ കാര്യമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. വെസർ നദിയുടെ തീരത്തുള്ള മനോഹരമായ പട്ടണമാണ് ഹാമെലിൻ പട്ടണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ആ പട്ടണമാണെങ്കിൽ മനോജ്ഞമായ പട്ടണം എന്നാണ് പറയുന്നത്. എന്താ മനോജ്ഞം എന്ന് പറഞ്ഞാൽ മനോഹരമായ പട്ടണം അല്ലേ. അവിടെ നല്ല ശുദ്ധവായുള്ള പട്ടണമാണ് അല്ലേ. നല്ല തെളിനീരുള്ള പട്ടണമാണ്. മണ്ണാണെങ്കിൽ ഫലഭൂയിഷ്ടമാണ്. ഫലഭൂയിഷ്ടം എന്ന് പറഞ്ഞാൽ നല്ല വളക്കൂറുള്ള മണ്ണുള്ള സ്ഥലമാണ്. അതുപോലെ ആളുകളാണെങ്കിൽ അധ്വാനികളാണ്. എല്ലാവരും നല്ലവണ്ണം അധ്വാനിക്കുന്നവരാണ്. മാത്രമല്ല
അവർ സച്ചരിതരുമാണ്. സച്ചരിതർ എന്ന് പറഞ്ഞാൽ നല്ല സദാചാര നിഷ്ഠയുള്ളവർ, നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന ദേശവാസികളാണ് അവിടെയുള്ളത്. എന്തുകൊണ്ടും ഐശ്വര്യപൂർണമായ ഒരു പട്ടണമാണ് ഹാമലിൻ പട്ടണം. പക്ഷേ പറഞ്ഞിട്ടെന്തു കാര്യം? അതൊക്കെ പഴയ കഥ. ഇന്നെല്ലാം താറുമാറായിരിക്കുന്നു. ഹാമലിൻ വാസികൾ സ്വസ്ഥത എന്തെന്നറിഞ്ഞിട്ട് നാളേറെയായിരിക്കുന്നു. എല്ലാറ്റിനും കാരണം എലികളാണ്. ആ നാശം പിടിച്ച എലികൾ. എലികൾ അത്ര കുഴപ്പക്കാരാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കും. കാരണം എല്ലായിടത്തുമുണ്ട് എലികൾ. അവറ്റ് അത്യാവശ്യം കുഴപ്പങ്ങളും കുണ്ടാമണ്ടികളുമൊക്കെ ഒപ്പിക്കാറുണ്ടെങ്കിലും ആരും അതത്ര കാര്യമായി എടുക്കാറില്ല. നമ്മൾ ഐശ്വര്യപൂർണമായ ഒരിടമാണ് ഈ ഹാമലിൻ പട്ടണം എന്ന് പറഞ്ഞു. പക്ഷേ പറഞ്ഞിട്ടെന്ത് കാര്യം? അതൊക്കെ പഴയ കഥ. ഇന്നാകെ പ്രശ്നങ്ങളാണിവിടെ. എന്താണ് പ്രശ്നങ്ങൾ? ഹാമലിൻ വാസികൾ സ്വസ്ഥത എന്തെന്നറിഞ്ഞിട്ട് നാളേറെയായിരിക്കുന്നു. അവർക്കിപ്പോഴേ ജീവിതത്തിൽ സ്വസ്ഥതയില്ല. അതിന് കാരണം എന്താണ്? നാശം പിടിച്ച എലികളാണ്. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും എലികൾ അത്ര കുഴപ്പക്കാരാണോ എന്ന്, അല്ലേ? കാരണം എല്ലായിടത്തുമുണ്ട് എലികൾ. നമ്മളെ വീട്ടിലൊക്കെ എലികളെ നമ്മൾ കാണാറുണ്ട്. അവറ്റ് അത്യാവശ്യം കുഴപ്പങ്ങളും കുണ്ടാമണ്ടികളൊക്കെ ഒപ്പിക്കാറുണ്ട്. പക്ഷെ നമ്മളത് കാര്യമായിട്ട് എടുക്കാറുണ്ടോ? ഇല്ല. പക്ഷേ അതുപോലെയല്ല ഹാമലിനിലെ എലികൾ. അവർ ഒന്നും രണ്ടുമല്ല, ആയിരക്കണക്കിനാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എവിടെ നിന്ന് വന്നതാണെന്ന് ആർക്കും പിടിയില്ല. ഒരു ദിവസം നോക്കുമ്പോഴുണ്ട് നിരത്തിലൂടെ എലികളുടെ വലിയൊരു ഘോഷയാത്ര കടന്നു വരുന്നു. ആളുകൾ അമ്പരന്നു നിൽക്കെ മൂഷികപ്പട എല്ലായിടത്തും വ്യാപിച്ചു. ദിവസങ്ങൾ കൊണ്ട് അവ പെറ്റുപെരുകി. തെരുവുകളും മുറ്റങ്ങളും വീടുകളും അവർ കയ്യേറി. അവർക്ക് ആരെയും ഒന്നിനെയും പേടിയുണ്ടായിരുന്നില്ല. എവിടെയും പാഞ്ഞു കയറും. നിങ്ങൾ ചുവരിൽ തൂക്കിയിട്ടിരുന്ന കോട്ടെടുത്തിടാൻ ഭാവിക്കുമ്പോൾ അതിൻ്റെ പോക്കറ്റിനുള്ളിൽ ഒരെലി. കളിത്തൊട്ടിലിൽ നീന്തി തുടുക്കുന്നുണ്ടാവും 3-4 എണ്ണം. നമ്മുടെ വീടുകളിൽ കാണുന്നത് പോലെയല്ല. അതൊരു പക്ഷേ കുറച്ചെലികളെ ഉണ്ടാവും. പക്ഷെ ഇതതുപോലെയല്ല. ഹാമലിനിൽ എലികൾ ഒന്നും രണ്ടും അല്ല, ആയിരക്കണക്കിനാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് ഒരു ദിവസം നോക്കുമ്പോൾ നിരത്തിലൂടെ എലികളുടെ ഒരു ഘോഷയാത്ര തന്നെ. അതായത് ഒരുപാട് എലികളിങ്ങനെ നിരയായിട്ട് കടന്നു വരികയാണ്. ആളുകളിങ്ങനെ അമ്പരന്ന് നിൽക്കെ മൂഷികപ്പട, എലികളുടെ പട എല്ലായിടത്തും വ്യാപിച്ചു. ദിവസങ്ങൾ കൊണ്ട് പെറ്റുപെരുകി. അത് വളരെ കൂടുതലായി. തെരുവുകളും മുറ്റങ്ങളും വീടുകളൊക്കെ അവർ കയ്യേറി. തെരുവുകളിൽ നിറഞ്ഞു, വീടുകളുടെ മുറ്റങ്ങളിലും വീടിനുള്ളിലൊക്കെ എലികൾ നിറഞ്ഞു. ഇതെവിടെ നിന്നാണ് വന്നതെന്ന് ആർക്കൊരു പിടിയുമില്ല. അവർക്ക് ആരെയും ഒന്നിനെയും പേടിയും ഉണ്ടായിരുന്നില്ല. ഈ എലികളാണെങ്കിൽ അല്ലേ, അവ ആട്ടിയാലും പോവാത്തവയായിരുന്നു. ആരെയും പേടിയുണ്ടായിരുന്നില്ല. എവിടെയും പാഞ്ഞു കയറും. ചുവരിൽ നമ്മൾ കോട്ടൊക്കെ തൂക്കിയിടും, അല്ലേ? ആ കോട്ടൊക്കെ തൂക്കിയിട്ടിട്ട് അതിടാൻ വേണ്ടി എടുക്കാൻ ഭാവിക്കുമ്പോൾ അതിൻ്റെ പോക്കറ്റിൽ എന്തുണ്ടാവും? എലി ഉണ്ടാവും. അതുപോലെ കുട്ടികളുടെ കളിത്തൊട്ടിൽ, ആ തൊട്ടിലിൽ ചിലപ്പോഴും നീന്തുന്നത് അല്ലെങ്കിൽ ആടുന്നത് ആരാവും? എലികളാവും. അതും 3-4 എണ്ണം ആയിരിക്കും തൊട്ടിലിൽ ഉണ്ടാകുന്നത്. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ആളുകൾക്ക് സ്വസ്ഥത നശിക്കില്ലേ? ആ ഒരു അവസ്ഥയാണ് ആരുടേത്? ഹാമലിൻ പട്ടണത്തിലെ ആളുകളുടേത്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന പലഹാരങ്ങളൊക്കെയും കൊതിയന്മാരായ എലികൾ വന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോകും. അടുക്കളയിൽ ആഹാരം പാകം ചെയ്തു വെച്ചാൽ കലത്തിനുള്ളിൽ നൂണ് കടക്കും. മേശമേൽ ആഹാരം വിളമ്പി വെക്കേണ്ട താമസം അവറ്റകൾ കൂട്ടത്തോടെ അവിടെയെങ്ങും പാഞ്ഞു നടക്കും. പാത്രത്തിൽ തലയിടും. അതോടെ നിങ്ങൾ ആഹാരം കഴിക്കേണ്ടെന്ന് വയ്ക്കും. ഒരു പണിയും സ്വസ്ഥമായിരുന്ന് ചെയ്തു തീർക്കാൻ പറ്റില്ല. അപ്പോഴേക്കും നിങ്ങളുടെ ഉടലിലും കാലിനടിയിലുമൊക്കെയായി അവറ്റകൾ കയറിയിറങ്ങി നടപ്പുണ്ടാവും. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി പലഹാരം കൊണ്ടുവന്ന് വെച്ചാൽ അതൊക്കെ ആര് തട്ടിപ്പറിച്ചു കൊണ്ടുപോകും? കൊതിയന്മാരായ എലികൾ. അടുക്കളയിൽ ആഹാരം പാകം ചെയ്ത് വെക്കാൻ പറ്റില്ല. കലത്തിനുള്ളിൽ നൂണ് കടന്നിട്ട് അവയൊക്കെ എന്തു ചെയ്യും? എലികൾ കഴിക്കും. മേശയിൽ ആഹാരം വിളമ്പി വെക്കേണ്ട താമസമേ ഉള്ളൂ. അവറ്റകൾ കൂട്ടത്തോടെ വന്ന് അവിടെ പാഞ്ഞ് നടന്ന് പാത്രത്തിൽ തലയിടും. അതോടെ നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നിങ്ങൾ ആഹാരം കഴിക്കേണ്ടെന്ന് വയ്ക്കും.
മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു പണിയും ചെയ്തു തീർക്കാൻ ആര് സമ്മതിക്കില്ല? എലികൾ സമ്മതിക്കില്ല. ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല. മറ്റെന്തെങ്കിലും ചെയ്യാൻ സമ്മതിക്കുമോ? അതുമില്ല. അതായത് നമ്മളെന്തെങ്കിലും പണി ചെയ്യാൻ സ്വസ്ഥമായിട്ട് എന്തെങ്കിലും ചെയ്തു തീർക്കാൻ ശ്രമിച്ചാൽ അപ്പോഴേക്കും നമ്മുടെ ഉടലിലും കാലിനടിയിലൊക്കെ ആയിട്ട് അവറ്റകൾ കയറി ഇറങ്ങി നടപ്പുണ്ടാവും. ഇതൊക്കെയാണ് എവിടുത്തെ അവസ്ഥ? ഹാമലിനിലെ അവസ്ഥ. ആളുകൾക്ക് എലികളുടെ ചിലപ്പും ബഹളവും കാരണം അന്യോന്യം വർത്തമാനം പറയാൻ കൂടി വയ്യെന്നായി. അത്രയ്ക്കുണ്ട് ശബ്ദകോലാഹലം. കൊച്ചു പൈതങ്ങളെ തൊട്ടിലാട്ടുമ്പോൾ 2-3 മൂഷികന്മാരും കൂടി അതിനുള്ളിൽ കയറിയിരുന്ന് ഒപ്പം ഊഞ്ഞാലാടുന്നുണ്ടാവും. എന്തിന്? പകലത്തെ അലച്ചിലൊക്കെ കഴിഞ്ഞ് രാത്രി സ്വസ്ഥമായൊന്ന് ഉറങ്ങാമെന്ന് വെച്ചാൽ അവിടെ എങ്ങും സ്വരം കിട്ടില്ല. എലിക്കുഞ്ഞുങ്ങൾ കൂട്ടമായി പാഞ്ഞു വന്ന് കിടക്കുന്നവരുടെ മേലേക്ക് കയറി മറിഞ്ഞ് രസിക്കലാണ് പിന്നത്തെ പ്രധാന പരിപാടി. എലികളുടെ ബഹളം കാരണം അന്യോന്യം സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായി ജനങ്ങൾക്ക്. കാരണം അത്രയ്ക്ക് ശബ്ദകോലാഹലങ്ങളാണ് എലികൾ ഉണ്ടാക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളെ തൊട്ടിലാട്ടുമ്പോൾ കൂടെ ആരുണ്ടാവും ആടുന്ന? 2-3 മൂഷികന്മാരും അതിനുള്ളിൽ കയറിയിരുന്ന് ഒപ്പം ഊഞ്ഞാലാടുന്നുണ്ടാവും. മാത്രമല്ല, പകലെന്തെങ്കിലുമൊക്കെ ജോലി കഴിഞ്ഞ് രാത്രി ഒന്ന് സ്വസ്ഥമായി ഉറങ്ങാമെന്ന് വയ്ക്കുന്ന ആളുകൾക്ക് ഒരു സ്വരവും കിട്ടില്ല. എലിക്കുഞ്ഞുങ്ങൾ കൂട്ടമായിട്ട് പാഞ്ഞു വന്ന് ആളുകൾ കിടക്കുമ്പോൾ അവരുടെ ശരീരത്തിലേക്ക് കയറി മറിഞ്ഞ് രസിക്കലാണ് പിന്നത്തെ പരിപാടി. എലികളെ കൊണ്ട് ആളുകൾ വശം കെട്ടു. എല്ലാവരും ചേർന്ന് നഗരപിതാവായ മേയർക്കൊരു നിവേദനം സമർപ്പിച്ചു. മൂഷികപ്പടയുടെ കടന്നുകയറ്റം തങ്ങളുടെ സ്വസ്ഥ ജീവിതത്തെ എങ്ങനെയൊക്കെ താറുമാറാക്കി എന്നതായിരുന്നു ആ നീണ്ട നിവേദനത്തിൻ്റെ വിഷയം. അത് വായിക്കാതെ തന്നെ മേയർക്ക് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവരെപ്പോലെ തന്നെ മേയറും അവറ്റകളെ കൊണ്ട് പൊറുതിമുട്ടിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജനപ്രതിനിധികളെ വിളിച്ചുകൂട്ടി വിശദമായ ഒരു ആലോചനാ യോഗം നടത്തി. എലികളെ നശിപ്പിക്കാൻ പലരും പല പ്രതിവിധികളും നിർദ്ദേശിച്ചു. എലിവിഷം, പലതരം ശക്തിയുള്ള കീടനാശിനികൾ, പലതരം എലിക്കെണികൾ, ഓരോരുത്തരും ഓരോരോ ആശയങ്ങൾ മുന്നോട്ട് വച്ചു. ജനങ്ങൾ എലികളെ കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ നഗരത്തിൻ്റെ മേയർക്ക് ഒരു നിവേദനം സമർപ്പിച്ചു. നിവേദനം എന്ന് പറഞ്ഞാൽ ആളുകൾ കൂട്ടമായി ചേർന്നിട്ട് ഒരു പരാതി സമർപ്പിച്ചു. എലികളെ ഇല്ലാതാക്കാൻ എന്തെങ്കിലും പരിഹാരം കാണണം എന്നുള്ളതായിരുന്നു അവരുടെ നിവേദനത്തിൻ്റെ വിഷയം. നിവേദനം വായിക്കാതെ തന്നെ മേയർക്ക് കാര്യങ്ങൾ അറിയാമായിരുന്നു. കാരണം മേയറും എലികളെ കൊണ്ട് പൊറുതിമുട്ടിയിരുന്നു. അങ്ങനെ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജനപ്രതിനിധികളെയൊക്കെ വിളിച്ചുകൂട്ടി. എന്നിട്ട് എല്ലാവരും ചേർന്ന് ഒരു ആലോചനാ യോഗം നടത്തി. എങ്ങനെ എലികളെ നശിപ്പിക്കാം എന്നതായിരുന്നു അവരുടെ യോഗത്തിൻ്റെ അജണ്ട. അങ്ങനെ എലികളെ നശിപ്പിക്കാൻ പലരും പല പ്രതിവിധികളും നിർദ്ദേശിച്ചു. ചിലർ പറഞ്ഞു എലിവിഷം എലിവിഷം നൽകിയിട്ട് എലികളെ കൊല്ലാമെന്ന് പറഞ്ഞു. ചിലർ ശക്തിയുള്ള കീടനാശിനിയുണ്ട്, അത് തളിച്ചിട്ട് എലികളെ ഇല്ലാതാക്കാമെന്ന് പറഞ്ഞു. എലിക്കെണികളെക്കുറിച്ച് ചിലർ പറഞ്ഞു. ഓരോരുത്തരും ഓരോരോ ആശയങ്ങൾ മുന്നോട്ട് വച്ചു. എലികളെ ഇല്ലാതാക്കാനായി ജനങ്ങളും മേയറും ഒക്കെ ചേർന്ന് എന്തൊക്കെ കാര്യങ്ങളിനി ചെയ്തിരിക്കാം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം.